നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് റാഗി ദോശ. അപ്പോൾ റാഗി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ച് ദോശ ഉണ്ടാക്കുന്നതെന്നും അതേപോലെ പെട്ടെന്ന് നമ്മൾ അരി ഉഴുന്ന് ദോശ കഴിച്ചിട്ട് റാഗിയിലേക്ക് മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു രുചി അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം വരാണ്ടിരിക്കാനും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1/4 കപ്പ് റാഗി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഒരു ദോശമാവിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം വെള്ളവും കൂടി ഒഴിച്ച് അത് നന്നായിട്ട് റാഗിപ്പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്നു. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ എടുത്ത റാഗിപ്പൊടിയുടെ പകുതി അളവിൽ അരിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതും അതിനകത്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നു. ഇനി ഇതൊരു 5 മിനിറ്റ് വെച്ച ശേഷം ഇങ്ങനെ വേണേലും നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ചുട്ടു നോക്കുമ്പോൾ ഒരു റാഗിയുടെ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അതിനായിട്ട് അങ്ങനെ ഒരു റാഗിച്ചോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അരി ഉഴുന്ന് അരച്ചത് ഒരല്പം ഒരു 2 തവിയോ, പിന്നെ നമുക്കിപ്പം അരി ഉഴുന്ന് അരച്ചത് തീർന്ന് കുറച്ചായിട്ടുള്ളപ്പോഴും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പെട്ടെന്നുള്ള ആ ഒരു മാറ്റം, പെട്ടെന്ന് അരി ഉഴുന്ന് ദോശ കഴിച്ചിട്ട് റാഗി കഴിക്കുമ്പോഴത്തേനുള്ള ഒരു രുചി വ്യത്യാസം വലുതായിട്ട് അങ്ങോട്ട് അറിയത്തില്ല. ഇനി നമ്മുടെ സാധാരണ ദോശ ഒഴിക്കുന്ന പോലെ നന്നായിട്ട് പരത്തി ഒഴിക്കുക, നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നെയ്യോ എണ്ണയോ എന്താണോ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അതൊരല്പം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് താഴത്തെ സൈഡ് നന്നായിട്ട് മൊരിയുമ്പോൾ ചെറുതായിട്ട് ഇളകിയൊക്കെ വന്നു തുടങ്ങും. അപ്പം അത് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഞാൻ ബാക്കി മാവും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.